ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആരെയാണ് ദൈവം മുദ്രയിട്ടിരിക്കുന്നത്? അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്കും തന്റെ രക്ഷയുടെ സുവിശേഷമായ സത്യവചനത്തെ സ്വീകരിച്ച, അതിനെ കേട്ട, അതിനെ വിശ്വസിക്കുന്ന ഓരോരുത്തരിലേക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യരെ പോലെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. മറിച്ച് ദൈവത്തിന്റെ ഹിതങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നവരായിട്ട് മാറണം. കാരണം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളിലൂടെ ഒരു ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു തലമുറയെ നിങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം തന്റെ വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നത്. അങ്ങനെയെങ്കിൽ ദിനവും നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനകത്തേക്ക് വരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയെന്നാൽ, ദിനവും പ്രാർത്ഥനയിലൂടെ, ദൈവത്തിന്റെ വചന ധ്യാനത്തിലൂടെ, വിശുദ്ധ ജീവിതത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളിലേക്ക് എപ്പോഴും ഒഴുകി വരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം പിശാചിന്റെ അടിമനുഖത്തിൽ കടക്കേണ്ടവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു, ദൈവം തന്റെ സ്നേഹത്തെ നമ്മളിൽ പ്രദർശിപ്പിച്ചു, ദൈവം തന്റെ സ്വന്തം ജനമായിട്ട്, സ്വന്തം മകനായിട്ട് ദൈവം നമ്മെ കണ്ടു. അതുകൊണ്ട് മാത്രമാണ്, ദൈവം നമ്മെ അത്രയും ആഴമായി സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വചനത്തെ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞതും, ഈ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞതും, കർത്താവിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാനായിട്ട് കഴിഞ്ഞതും. അങ്ങനെ എങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നിങ്ങൾക്കൊരു വചനത്തെ ദൈവം നിങ്ങൾക്ക് നൽകി. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകി. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, നിന്റെ ആത്മീക വർധനവിന് വേണ്ടി മാത്രമല്ല ദൈവം ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മറിച്ച് നിങ്ങളിലൂടെ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനും തന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നത്. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പ്. ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് യുവാക്കളെ, ഒരുപാട് മക്കളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, ആഴമായി സ്നേഹിക്കുന്നുണ്ട്. പലപ്പോഴും ആ വ്യക്തി ജീവിതങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് പോലും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ഈ ഒരു മക്കളെ, തന്റെ സ്വന്തം ജനത്തെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഈ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിനകത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെയാണ്. അതിന് നിങ്ങളെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുക, ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ പകർന്ന ആ സുവിശേഷത്തെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുക. അതെങ്ങനെ പകരുവാനായിട്ട് കഴിയും? നിങ്ങൾ പലവിധമായ ജോലി മേഖലകളിലായിരിക്കാം, നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നവരായിരിക്കാം, ആതുര സേവനങ്ങൾ നിൽക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ പ്രവർത്തികളിലൂടെ, നിങ്ങളുടെ വായിൽ നിന്ന് വചനങ്ങളിലൂടെ, നല്ല ചിന്തകളിലൂടെ നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കൊടുക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ അവകാശത്തെ, ഒരു വാഗ്ദത്തത്തെ ദൈവം നിങ്ങൾക്ക് മുദ്രയിട്ടിരിക്കുന്നതിനെ മറ്റുള്ളവർക്കും കൊടുക്കുവാൻ
പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.